जैसे सागर महकने लगे, धड़कने यही गुनगुनाती, धड़कने यही गुनगुनाती, दिल ने सारी दुनिया भुला दी। बाबा मेरी जिंदगी में आए, जिंदगी को जिंदगी बनाए। बाबा मेरी जिंदगी में आए, जिंदगी को जिंदगी बनाए। उनकी यादों में, उनकी बाहों में, उनकी यादों में, उनकी बाहों में कलियां खुशी से है मुस्कुराई। बाबा मेरी जिंदगी में आए, जिंदगी को जिंदगी बनाए। बाबा मेरी जिंदगी में आए, जिंदगी को जिंदगी बनाए।
ഓം ശാന്തി. മനസ്സിൻ്റെ സ്ക്രീനിൽ ആത്മാവായ ഞാൻ ഒരു പ്രകാശബിന്ദുവായി ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവം ചെയ്യുന്നു. എൻ്റെ ശ്രദ്ധ ബാഹ്യമായ സർവ്വതിൽ നിന്നും വേർപെടുത്തി ഭ്രുകുടിയിലെ ആത്മാവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബ്രാഹ്മണ ജീവിതമാണ്. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ പവിത്രത എൻ്റെ ശൃംഗാരമാണ്. ഈ സ്മൃതിയിൽ ആത്മാവായ ഞാൻ മനസാ വാച കർമ്മണ സമ്പൂർണ്ണ പവിത്രത ജീവിതത്തിൽ ധാരണ ചെയ്യാൻ പൂർണ്ണമായ ശ്രദ്ധ വെക്കുകയാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ പുഷ്പം പോലെ, കമലപുഷ്പം പോലെ പവിത്രമായി എൻ്റെ ആത്മീയ സുഗന്ധം ഞാൻ ചുറ്റുപാടും വ്യാപിപ്പിക്കുകയാണ്. എൻ്റെ പവിത്ര ആത്മസ്വരൂപത്തെ ഞാൻ ഡീപ്പായി അനുഭവം ചെയ്യുകയാണ്. ബാബ ഇന്ന് എനിക്ക് സൃഷ്ടിയിൽ എൻ്റെ പൂർണ്ണമായ കഥ പറഞ്ഞു തരികയാണ്. ഞാൻ പൂജ്യ സ്വരൂപ ആത്മാവായിരുന്നു. ഇപ്പോൾ ഞാൻ വെറും ഒരു പൂജാരിയായി. സൃഷ്ടിയിലെ ഈ മംഗളവേളയിൽ സംഗമയുഗത്തിൽ ബാബ അവതരിച്ച് എന്നെ പൂജാരിയിൽ നിന്നും വീണ്ടും പൂജ്യരാക്കി മാറ്റുകയാണ്. ലോകത്തിലുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്നെ ബാബ വന്ന് സഹജമായി ചെയ്യിപ്പിക്കുകയാണ്. ഇതിലൂടെ എനിക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കി തരികയാണ്. ജ്ഞാനസൂര്യനായ ബാബ വന്ന് ഭക്തിയിലെ അന്ധകാരത്തെ പൂർത്തിയാക്കുകയാണ്. പൂർണ്ണമായ ജ്ഞാനമില്ലാതെ, ദേവതകളുടെ ചരിത്രമറിയാതെ, വെറും ഒരു പാവകളുടെ പൂജ പോലെ ഭക്തി ചെയ്തു വന്നിരുന്നു.
പൂജ്യരുടെയും പൂജാരിയുടെയും അർത്ഥം പോലും അറിയാതെ, മനസ്സിലാക്കാതെ പൂജ ചെയ്തു വരികയാണ്. ഈ മംഗളകാരി സംഗമയുഗത്തിൽ പരമപിത പരമാത്മാവ് വന്ന് ഈ അജ്ഞാന അന്ധകാരത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് പുലരിയുടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, ഭാരതവാസികൾ വിശാല ബുദ്ധികളായിരുന്നു. ഇപ്പോൾ തികച്ചും കല്ലുബുദ്ധികളായി മാറി ദുഃഖികളായിരിക്കുന്നു. മായ അവിവേകിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് പൂജ്യരായിരുന്നത്, ഞാൻ തന്നെയാണ് പൂജാരിയായത്. ഈ വിവേകം ഞാൻ ബാബയിലൂടെ മനസ്സിലാക്കുന്നു. മായയുടെ ചങ്ങലയിൽ നിന്നും മുക്തമാകണം. ഇതെനിക്കറിയില്ലായിരുന്നു. സൃഷ്ടിചക്രത്തിൻ്റെ ഏണിപ്പടി താഴേക്ക് ഇറങ്ങുകയായിരുന്നു. സത്യുഗത്തിൽ പതുക്കെ പതുക്കെ താഴോട്ടേക്ക് ഇറങ്ങി വന്നു. എന്നാൽ പിന്നീട് ദുഃഖത്തിൻ്റെ ഏണിപ്പടി വേഗം വേഗം ഇറങ്ങുകയാണ്. സത്യുഗ ത്രേതായുഗത്തിൽ 21 ജന്മവും, ദ്വാപര കലിയുഗത്തിൽ 63 ജന്മവും ആയുസ് കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്നാൽ കയറുന്ന കല ഒരു ഞൊടിയിൽ ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ എനിക്കറിയാം. ഇപ്പോൾ ബാബ വന്ന് എൻ്റെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുകയാണ്. ബാബ പരമധാമത്തിലായിരുന്നപ്പോൾ കൂടെ മുക്തിധാമത്തിലിരുന്ന ആത്മാക്കൾ ഇപ്പോൾ സൃഷ്ടിയിൽ അവസാനം വന്ന് പാർട്ട് അഭിനയിക്കുകയാണ്. അതുവരെ അവർ ബാബയുടെ അടുത്ത് ഒരുപാട് സമയം ഇരിക്കുന്നു. ഞാൻ ആദ്യം ബാബയിൽ നിന്ന് വേർപിരിഞ്ഞ ആത്മാവാണ്. ഇപ്പോൾ ബാബയുമായി മിലനം ചെയ്യുകയാണ്. അങ്ങനെയുള്ള എന്നെയാണ് ബാബ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്.
ബാബ എൻ്റെ കൂടെയാണെങ്കിലും എല്ലാവരുടെയും മംഗളമുണ്ടാക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ എല്ലാ കണക്കുകളും തീർത്ത് തിരിച്ചു പോകും. പിന്നെ രാജ്യഭാഗ്യം നേടും. ഗോഡ് ഫാദറായ ബാബ, മുക്തിദാതാവായ ബാബ, വഴികാട്ടിയായ ഗൈഡായ ബാബ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കി എന്നെ ശാന്തിധാമത്തിലേക്ക്, നിരാകാരി ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. പതിതമായത് കാരണം ആ പാവന ലോകത്തിലേക്ക്, ശാന്തിധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് പതിത പാവനായ ബാബയെ സർവരും വിളിക്കുകയാണ്. ഡ്രാമാനുസാരം ഭാരതവാസികൾ ഭഗവാനെ തന്നെക്കാളും താഴ്ത്തി പറയുകയാണ്. കല്ലിലും മുള്ളിലും പരിധിയില്ലാത്ത ഭഗവാനുണ്ടെന്ന് പറയുന്നു. ബാബയും ഡ്രാമ അനുസരിച്ച് ബാബയുടേതായ സമയത്ത് വരുന്നു. എനിക്കിപ്പോൾ അച്ഛനെ ലഭിച്ചു. അച്ഛനിൽ നിന്നും ഒരു ഞൊടിയിൽ സമ്പത്തെടുക്കണം. പിന്നെ ഭക്തിയിലേതുപോലെ അലയേണ്ട ആവശ്യം വരില്ല. ബാബ വന്ന് ഇപ്പോൾ ലോപിച്ചു പോയ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തെ വീണ്ടും സ്ഥാപിക്കുകയാണ്. ഓരോരുത്തരും അവനവന്റെ ധർമ്മത്തെ മറന്നുപോയിരിക്കുന്നു. ആത്മാവ് പുനർജന്മത്തിൽ വരുന്നതോടെ തമോപ്രധാനവും അഴുക്കുപുരണ്ടതുമായി മാറുന്നു. ശരീരമാകുന്ന ആഭരണം അസത്യമായിരുന്നു. ഇപ്പോൾ സത്യമായി മനസ്സിലാക്കുന്നു. അനേകം ശരീരത്തിലൂടെ ഞാൻ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചിരുന്നു. ബാബ സദാപാവനനാണ്.
ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, പതിത പാവനനാണ്. ബാബ ബ്രഹ്മാവിലൂടെ എല്ലാ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുകയാണ്. പിന്നീട് അതേ ബാബ തന്നെ പാലന ചെയ്യുന്നു. ഞാൻ ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണ വർണ്ണത്തിലുള്ള ആത്മാവാണ്, ഈശ്വരീയ സന്താനമാണ്. ഈ ജ്ഞാനയജ്ഞത്തിൽ മുഴുവൻ ലോകവും സ്വാഹ ആകണം. ഇതാണ് രാജസ്വ അശ്വമേധ രുദ്രജ്ഞാനയജ്ഞം. ഈ യജ്ഞത്തിലൂടെ എനിക്ക് ബാബ രാജ്യപദവി പ്രാപ്തമാക്കി തരികയാണ്. ഞാനിപ്പോൾ മൃത്യുലോകത്തിൽ അമരലോകത്തേക്കായി പഠിക്കുകയാണ്. ഈ മൃത്യുലോകത്തിൽ എൻ്റെ അവസാന ജന്മമാണ്. ബാബ ഈ സമയത്ത് അമരലോകം സ്ഥാപിക്കുകയാണ്. ബാബ പറഞ്ഞു തരികയാണ്, ജഗദംബയും ജഗത് പിതാവുമാണ് ലക്ഷ്മി നാരായണനായി മാറുന്നത്. ജഗദംബ പുരുഷാർത്ഥിയാണ്, ലക്ഷ്മി പാവനമായ പ്രാരബ്ധമാണ്. ജഗദംബ ജ്ഞാനജ്ഞാനേശ്വരിയായി പിന്നീട് രാജരാജേശ്വരിയായി മാറുന്നു. സ്വർഗത്തിൻ്റെ രാജ്യപദവിക്ക് വേണ്ടി ഞാൻ ഈ ഒരു അവസാന ജന്മം പവിത്രമായിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഒരേ ഒരു ജ്ഞാനസാഗര ബാബ മാത്രം ഈ ജ്ഞാനം പറഞ്ഞു തരുന്നു. ഞാനിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഫരിസ്തയായി മാറുകയാണ്. ഭക്തിയിലെ രാത്രിക്കു ശേഷം ജ്ഞാനത്തിൻ്റെ പുലരി പ്രകടമാകുന്നു. ഞാൻ അച്ഛൻ്റെ സർവ ഖജാനകളുടെ അധികാരിയാണ്, ബാബയുടെ കുട്ടിയാണ്. ഞാൻ സഹജയോഗി സ്വരാജ്യ അധികാരിയുമാണ്. ഈ സ്മൃതിയിൽ ഞാൻ സർവപ്രാപ്തി സമ്പന്ന സ്വരൂപമാണ്. ബാലകനാണ്, അധികാരിയാണ്.
ഈ സ്മൃതിയിൽ ഞാൻ സർവ ഖജനാവുകൾക്കും അധികാരിയായി പ്രാപ്തി സമ്പന്ന ആത്മാവായിത്തീരുന്നു. യോഗബലത്തിലൂടെ കർമ്മഭോഗത്തിനു മേലെ വിജയം തേടുകയാണ്. ഇതാണ് എൻ്റെ ശ്രേഷ്ഠ പുരുഷാർത്ഥം. ഒരു ബാബയിൽ നിന്നും ഞാൻ സത്യനാരായണ കഥ കേട്ടുകൊണ്ട് പവിത്രമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഞാൻ ബാലക് സോ മാലിക് ഈ സ്മൃതിയുടെ സ്വരൂപ ആത്മാവാകുന്നു. ഞാൻ സർവ ഖജനാവുകളുടെയും അധികാരി ആത്മാവാകുന്നു. ഞാൻ പ്രാപ്തി സമ്പന്ന ആത്മാവാകുന്നു. സദാ യോഗബലത്തിലൂടെ കർമ്മത്തിനു മേലെ കർമ്മഭോഗത്തിനു മേലെ വിജയം പ്രാപിക്കുന്ന ആത്മാവാകുന്നു. ഞാൻ നിരന്തര യോഗി ആത്മാവാകുന്നു. ശ്രേഷ്ഠ യോഗി ആത്മാവാകുന്നു. ശുക്രിയ ബാബ. ഓം ശാന്തി. ഹൃദയത്തിൽ നിന്നേകൂ ആശീർവാദങ്ങൾ. സർവർക്കും നന്മയുണ്ടാകട്ടെ, സർവരും സുഖികളാകട്ടെ, സർവരും സുഖികളാകട്ടെ. അമൂല്യമല്ലോ ഹൃദയത്തിൻ ആശീർവാദങ്ങൾ. നിശ്ചിന്തമാക്കിടും ഹൃദയത്തിൻ ശുഭഭാവനകൾ, ശുഭഭാവനകൾ. ജീവിതത്തിൻ സായാഹ്നത്തിലും തുണയേകിടും ആശീർവാദങ്ങൾ. ജീവിതത്തിൻ സായാഹ്നത്തിലും തുണയേകിടും ആശീർവാദങ്ങൾ. ഔഷധങ്ങൾ നിഷ്ഫലമാകിലും ആശീർവാദങ്ങൾ സദ്ഫലമേകും. ആശീർവാദങ്ങൾ കല്ലിനെയുമൊരുക്കും, പുനർജീവിതം നൽകിയിടും, പുനർജീവിതം നൽകിയിടും. സുഖി
നന്മ നിറഞ്ഞ സങ്കൽപ്പങ്ങൾ രചിക്കുവതാരോ, നന്മ നിറഞ്ഞ സങ്കൽപ്പങ്ങൾ രചിക്കുവതാരോ, സുഖം പകരും വാക്കുകൾ മൊഴിയുവതാരോ, സുഖം പകരും വാക്കുകൾ മൊഴിയുവതാരോ, പാവന കർമ്മം ചെയ്യുവതാരോ, ഭൂമിയും ആകാശവും അവരുടെ ഗുണങ്ങൾ പാടിയിടും, അവരുടെ ഗുണങ്ങൾ പാടിയിടും. ഹൃദയത്തിൽ നിന്നേകൂ ആശീർവാദങ്ങൾ, സർവർക്കും നന്മയുണ്ടാകട്ടെ, സർവരും സുഖികളാകട്ടെ, സർവരും സുഖികളാകട്ടെ. അമൂല്യമല്ലോ ഹൃദയത്തിൻ ആശീർവാദങ്ങൾ, നിശ്ചിന്തമാക്കിടും ഹൃദയത്തിൻ ശുഭഭാവനകൾ, ശുഭഭാവനകൾ.
आपका प्यार बाबा बरसता रहे, आपका प्यार बाबा बरसता रहे। हम सितारे यूं ही जगमगाते रहे। सामने आप हो, साथ में आप हो, सामने आप हो, साथ में आप हो। आपसे हम मिलन यूं मनाते रहे। आपका प्यार बाबा बरसता रहे। हुई खुशहाल है जिंदगानी, हो गए हैं सफल अपने हर पल। स्नेह सागर में ऐसे समाए, मिट गई मन की है सारी हलचल। यूं ही वरदानों का हाथ सिर पर रहे, यूं ही वरदानों का हाथ सिर पर रहे। हम दुआओं से दामन सजाते रहे। आपका प्यार बाबा बरसता रहे। आपका प्यार बाबा बरसता रहे। हम सितारे यूं ही जगमगाते रहे। आपका प्यार बाबा बरसता रहे। ज्ञान की ज्योति जीवन में जागी, खेल लगने लगा जग का प्यारा। रचता प्यारा है रचना भी प्यारी, विश्व लगता है घर अपना सारा। शक्तियों से यू श्रृंगार करते रहो, शक्तियों से यू श्रृंगार करते रहो। स्वर्ग धरती के आंगन बसाते रहे। आपका प्यार बाबा बरसता रहे। आपका प्यार बाबा बरसता रहे। हम सितारे यूं ही जगमगाते रहे। आपका प्यार बाबा बरसता रहे। ये संगम में आकर के मिलना, अपने नयनों में हमको समाना। अपनी नजरों से निहाल करना, अपने जैसा ही हमको बनाना। सिलसिलाए मिलन का यूं चलता रहे। सिलसिलाए मिलन का यूं चलता रहे। भाग्य के गीत हम गुनगुनाते रहे। आपका प्यार बाबा
बरसता रहे। आपका प्यार बाबा बरसता रहे। हम सितारे यूं ही जगमगाते रहे। सामने आप हो, साथ में आप हो, सामने आप हो, साथ में आप हो। आपसे हम मिलन यूं मनाते रहे। आपका प्यार बाबा बरसता रहे। शिव की याद रहेगी तब आँखों में समा